ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പി കണ്ടു നോക്കാവേ. അതിനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു പഴത്തിന് 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ ഒരു പഴത്തിന് 4 പീസായിട്ടും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് പകുതി മുറിച്ചിട്ടും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ദോശമാവാണ്. ഇഡ്ലിയുടെയോ ദോശയുടെ മാവ് ഇരിപ്പുണ്ടെങ്കിൽ ഒരു 2 സ്പൂണ് ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ലിയുടെ മാവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ പഴംപൊരിയുടെ മാവ് ബാറ്റർ ഒത്തിരി തിക്കാകാനും പാടില്ല, ഒത്തിരി തിന്നായിട്ട് ലൂസാകാനും പാടില്ല. അപ്പം നമ്മൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മാവൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം, മുഴുവനോടെയുള്ള ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പഴം ഉണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് ഉണ്ടാകാനായിട്ട്. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഈ മാവിലൊന്ന് മുക്കിയെടുത്തിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം പഴം ഇങ്ങനെ ആ മാവിൽ മുക്കിയിട്ട് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്ത് 2 സൈഡും നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ സൂപ്പറായിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറച്ച് മാവ് സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട. കുറച്ച് നമ്മുടെ കയ്യിൽ ഇഡ്ലി മാവോ ദോശമാവോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായ പഴംപൊരി.